ഞാൻ മോളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ശാന്തേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ശാന്തേച്ചി അവിടെ വന്നില്ലേ? വന്നു. ശാന്ത കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഇതെന്തായാലും നല്ലൊരു തീരുമാനം. പൊന്നിയെ കൊണ്ട് കൊച്ചിനെ നോട്ടവും വീട്ടിലെ പണിയും എല്ലാം കൂടെ നടക്കത്തില്ലായിരുന്നു. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമെന്ന് വിചാരിച്ച അവളത് പുറത്ത് പ്രകടിപ്പിക്കുകയില്ല. ഓടി നടന്നെല്ലാം ചെയ്യുകയും ചെയ്യും. മോളെ, എന്തായാലും നല്ലൊരു കാര്യം അത്. സത്യമേ, ശാന്തേച്ചിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? എനിക്ക് മോളുടെ 1-2 കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനായിരുന്നു. ഞാൻ കൊടുക്കാം. പൊന്നി, ശാലിനിയ, നീ ഇതൊന്ന് ശാന്തയ്ക്ക് കൊടുക്ക. പിള്ള പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഇവിടെ നിന്ന് കൊച്ചിനെ കൊണ്ട് എന്റെ അടുത്ത് നടക്കുന്നേ? ശാന്തേ, ശാലിനി കുഞ്ഞ ശാന്തേച്ചിയോട് എന്തോ പറയണോന്ന്. ദേ പിടിച്ചേ. ഓ മാവേ. ശാന്തയാ. ശാന്തേച്ചി, മോളുടെ ഉടുപ്പെല്ലാം ഞാൻ കിടക്കുന്ന മുറിയിലെ അലമാരയുടെ തട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുളിപ്പിച്ചു കഴിഞ്ഞിടേണ്ട പൗഡറും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ആ പൗഡർ ഇടാവേ? അതൊക്കെ ഞാൻ വേണ്ട രീതിയിൽ തന്നെ ചെയ്തോളാം കുഞ്ഞെ. പിന്നെ എങ്ങനെയാ, അവളുമായിട്ട് ഇണങ്ങിയോ? ഒരല്പം വാശിയുണ്ട്. അമ്മയുടെ വാശിയല്ല, ചിറ്റമ്മയുടെ വാശിയെ കിട്ടിയിരിക്കുന്നെ. ശ്യാമ ചിറ്റമ്മയുടെ. പൂവ്, ആ ദേഷ്യമുണ്ട്. അവള് പറയുന്നിടം ജയിക്കണം. പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഏയ്, നല്ല സ്നേഹത്തോടെയാ എല്ലാരും പെരുമാറുന്നത്. പിന്നെ വന്നപ്പോ തന്നെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട, എന്നാലും ഉണ്ടായി. എന്താ കാര്യം? ഉടുപ്പ് തേച്ചപ്പോ ഒന്ന് ഷോക്ക് അടിച്ചു. കാര്യമായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോ ദുശകനം പറയുന്നവർക്കൊക്കെ അത് മതി. പിന്നെ രാത്രിയിൽ ശാന്തിച്ച് പോവില്ലല്ലോ? മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ? മോള് രാത്രിയിൽ അവളുടെ അംഗം മുഴുവൻ എടുക്കല്. ഞാനുണ്ടാവും കുഞ്ഞെ, ഞാൻ നോക്കിക്കോളാം ഈ സുന്ദരി കുട്ടിയെ.